Dear students, we are starting the next part of this chapter, gametogenesis. Gametes നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും. ഇവിടെ മെയിൽ ഗാമേറ്റ് ഹ്യൂമൻ ബീയിങ്ങിന്റെ കേസിൽ മെയിൽ ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ സ്പെർം ആണ്, ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ ഓവം ഓർ എഗ് ആണ്. So what is gametogenesis? It is the formation of gametes in the gonads. Gamete form ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് gametogenesis എന്ന് പറയുക. Two types of gametogenesis. Spermatogenesis, that is formation of sperms. Oogenesis, formation of ovum. ഈ രണ്ട് gametogenesis ആണ് ഹ്യൂമൻ ബീങ്സിൽ നടക്കുന്നത്. Then first we can see what is spermatogenesis. ഇനി അതിൽ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് കാണാം. It is the process of formation of sperms or spermatozoa. Spermatozoa എന്ന് പറഞ്ഞാൽ sperm തന്നെയാണ് കേട്ടോ. In seminiferous tubules of testis. അപ്പോൾ spermatogenesis എന്ന് പറഞ്ഞാൽ sperm ഫോം ചെയ്യുക. എവിടെ ഫോം ചെയ്യുന്നു? ടെസ്റ്റിസിലുള്ള സെമിനിഫെറസ് ട്യൂബ്യൂൾസിൽ sperm ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് spermatogenesis എന്ന് പറയുന്നത്. അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. There are two stages of spermatogenesis. രണ്ട് സ്റ്റെപ്സ് ആയിട്ടാണ് സ്പെർമാറ്റോജനസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. മെയിലാണ് നടക്കുന്നത്, അത് നമുക്കറിയാലോ, സ്പെർംസ് ഉണ്ടാകുന്ന മെയിലാണ്. സോ മെയിലാണ് സ്പെർമാറ്റോജനസിസ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യാം. ദ സ്പെർമാറ്റോഗോണിയ ഓർ സ്പെർം മദർ സെൽസ് പ്രൊഡ്യൂസ് സ്പെർമാറ്റിഡ്സ്. അപ്പോൾ സ്പെർമാറ്റോഗോണിയയിൽ നിന്ന് സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിനെ സ്പെർമിയോജനസിസ് എന്ന് പറയുന്നു. ദ സ്പെർമാറ്റിഡ്സ് ട്രാൻസ്ഫോം ഇൻ ടു സ്പെർം. സ്പെർമാറ്റിഡ്സ് എന്താവണം? സ്പെർം ആയി മാറണം. ആ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മാറ്റം ആ നടക്കുന്ന പ്രോസസ്സാണ് സ്പെർമിയോജനസിസ്. സോ സ്പെർമാറ്റോജനസിസ് ടേക്സ് പ്ലേസ് ഇൻ ടു സ്റ്റേജസ്. ദ ഫസ്റ്റ് സ്റ്റേജ് spermatogonia gives rise to spermatids. The second stage spermatids transform to form sperm. ഇനി ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് സ്പെർമാറ്റോജനസിസ്, ഇതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി, ഓർമ്മയുണ്ടാവും. സ്പെർമാറ്റോഗോണിയയിൽ നിന്ന് ഫസ്റ്റ് സ്പെർമാറ്റോസൈറ്റ്, ദാറ്റ് ഈസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്യുന്നു. അവിടെ നടക്കുന്ന പ്രോസസ് ഡിവിഷൻ നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അതുകൊണ്ട് ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. കാരണം അവിടെ 2n ക്രോമസോമാണ്, ഇവിടെയും 2n ക്രോമസോമാണ്. അതായത് ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് സ്പെർമാറ്റോഗോണിയയിലെ ക്രോമസോം, നമ്മുടെ ക്രോമസോം നമ്പർ എത്രയാണ്? 26 പെയേഴ്സ് ആണ്, 23 പെയേഴ്സ് ആണ്. അതായത് 46 ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ സൈറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സ് മൈറ്റോട്ടിക് ഡിവിഷൻ ആയതുകൊണ്ട് ക്രോമസോം നമ്പർ സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ ഫ്രം ദ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ബൈ മിയോട്ടിക് ഡിവിഷൻ, മിയോസിസ്, ഫസ്റ്റ് മിയോസിസ് വഴി എന്ത് ഫോം ചെയ്യും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അപ്പോൾ അവിടെ ക്രോമസോം നമ്പർ n ആയി. ഇവിടെ 2n എന്നുള്ളത് ഇവിടെ മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് വരുന്ന സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിലെ ക്രോമസോം നമ്പർ n ആയി. അതായത് 2n എന്ന് പറയുമ്പോൾ 2 × 23, n എന്ന് പറയുമ്പോൾ 23. അപ്പോൾ ജസ്റ്റ് ഹാഫ് ആയി. മിയോട്ടിക് ഡിവിഷനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിലെ ക്രോമസോം നമ്പർ 2n ആണെങ്കിൽ അതിന് ജസ്റ്റ് ഹാഫ് ആയിട്ടാണ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ ഫോം ചെയ്യുന്നത്. അത് ആ ഡിവിഷൻ മിയോട്ടിക് ഡിവിഷൻ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഹിയർ ദ ക്രോമസോം നമ്പർ ഈസ് n, that means 23. Then again another meiotic division, meiosis 2, takes place in secondary spermatocyte and form spermatids. അപ്പോൾ അവിടെ ക്രോമസോം നമ്പർ n നമ്പർ ഓഫ് ക്രോമസോം തന്നെയാണ്, കാരണം ഇത് കണ്ടിന്യൂസ് നടക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. Then the spermatids undergo process called spermiogenesis and becomes spermatozoa or sperm. ഇവിടെ ക്രോമസോം നമ്പർ n ആയി. അപ്പോൾ ഹ്യൂമൻ മെയിലില് ആക്ച്വലി ക്രോമസോം നമ്പർ 23 പെയേഴ്സ് ആയിരുന്നു. പക്ഷേ സ്പെർമാറ്റോസോവ ഫോം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ സ്പെർം ഫോം ചെയ്തപ്പോൾ അതിൽ ക്രോമസോം നമ്പർ 23 ആയി. മനസ്സിലായോ? 23 പെയർ ആയിരുന്നു മെയിലില്. ആ മെയിലിൽ നിന്ന് 23 പെയർ എന്ന് പറയുമ്പോൾ 46 ക്രോമസോംസ് ഉണ്ടായിരുന്നു. അതിൽ സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെർം ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്രോമസോം നമ്പർ ജസ്റ്റ് ഹാഫ് ആയി. n നമ്പർ ഓഫ് ക്രോമസോം, ദാറ്റ് ഈസ് 23 ആയി. കാരണം എന്താണ്? ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഈ സ്പെർം എഗ്ഗായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ രണ്ടിലും ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവാനേ പാടുള്ളൂ. എന്നാലാണ് ഉണ്ടാവുന്ന അഡൾട്ട് അല്ലെങ്കിൽ സൈഗോട്ടിൽ ക്രോമസോം നമ്പർ
തുല്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ, നമുക്കൊക്കെയുള്ള ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്രോമസോം നമ്പർ സ്പേമിൻ്റെ ഹാഫ് ആക്കുന്നത്. ഇനി oogenesis കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഓവത്തിലും ക്രോമസോം നമ്പർ ഹാഫ് ആവും. അപ്പോൾ ഈ രണ്ട് ഹാഫ് ഫെർട്ടിലൈസ് ചെയ്ത് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന സൈക്കോട്ടിലെ ക്രോമസോം നമ്പർ വീണ്ടും 2n ആകും. അത് ഓർത്തിരിക്കുക കേട്ടോ. സോ ദിസ് ഇസ് ദ steps in spermatogenesis. A primary spermatocyte, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് രണ്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നോ രണ്ട് സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് അല്ലെങ്കിൽ 4 സ്പെർംസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു സ്പെർമാറ്റോജനസിസ് പ്രോസസ് നടക്കുമ്പോൾ ഒരു സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർംസ് അല്ലെങ്കിൽ 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. Then next process is spermiation. After spermiogenesis, the sperm heads are embedded in the Sertoli cells. Sertoli cells നമ്മൾ കണ്ടു, നറിഷ്മെന്റ് കൊടുക്കുന്ന സെൽസ് ആണ്. സ്പെർമിന് വേണ്ട നറിഷ്മെന്റ് ന്യൂട്രിയൻസ് കൊടുക്കുന്നത് ആ സെൽസ് ആണ്. അപ്പോൾ സ്പെർം ഹെഡ്സ് സെർട്ടോളി സെല്ലാണ് എംബെഡഡ് ആയിട്ട് ഇരിക്കുന്നത് സ്പെർമിയോജെനസിസ് കഴിയുമ്പോൾ. ദെൻ ദേ ആർ റിലീസ്ഡ് ടു ലൂമൻ ഓഫ് സെമിനിഫറസ് ട്യൂബിൾസ്. അവിടെ നിന്ന് സെമിനിഫറസ് ട്യൂബിൾസിന്റെ ലൂമനിലേക്ക് ഇത് റിലീസ് ചെയ്യപ്പെടുന്നു. ആ പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. സ്പെർമിയേഷൻ, അപ്പോൾ റിലീസ് ഓഫ് സ്പെർംസ് ടു ദ ലൂമൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇസ് കോൾഡ് ആസ് സ്പെർമിയേഷൻ. ഇനി ഈ സ്പെർമാറ്റോജെനസിസ് എന്ന പ്രോസസ്സിനെ സഹായിക്കുന്ന കുറച്ച് ഹോർമോൺസ് കഴിഞ്ഞ വർഷം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ലാസ്റ്റ് ചാപ്റ്റർ ഹോർമോൺസ് ആണ്. അതിൽ കണ്ട ഹോർമോൺസ് തന്നെയാണ്. ഹൈപ്പോതലാമസ് സെക്രീറ്റ്സ് GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്ത് 2 ഗൊണാഡോട്രോപ്പിൻസ് ഫോം ചെയ്യുന്നു. ഫസ്റ്റ് ഗൊണാഡോട്രോപ്പിൻ LH, ല്യൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. സെക്കൻഡ് വൺ ഈസ് കോൾഡ് ആസ് FSH, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ല്യൂട്ടിനൈസിങ് ഹോർമോൺസ് ആക്സോൺ ലീഡിക് സെൽസ്, ഓർത്താൽ മതി. എല്ലില് ലീഡിക് സെൽസിൽ അങ്ങനെ പഠിക്കണം കേട്ടോ, ഓർമ്മ വെച്ച് പഠിച്ചോളണം. ആക്സോൺ ലീഡിക് സെൽസ്. ലീഡിക് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് സെക്രീറ്റ് മെയിൽ ഹോർമോൺ ആൻഡ്രോജൻ. ഇനി ആൻഡ്രോജന്റെ ഫംഗ്ഷൻ എന്താ? ടു സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനസിസ്. നമ്മൾ നേരത്തെ കണ്ട സ്പെർമാറ്റോജെനസിസ് പ്രോസസ്സിന് വേണ്ട സ്റ്റിമുലേഷൻ കൊടുക്കുക, അതിന് വേണ്ട സഹായങ്ങൾക്ക് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ്രോജന്റെ ഫംഗ്ഷൻ. ഇനി സെക്കൻഡ് ഗൊണാഡോട്രോപ്പിൻ ആണ് FSH, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് ആക്ട് ചെയ്യുന്നത് സെർട്ടോളി സെൽസിലാണ്. സെർട്ടോളി സെൽസ് എന്തിനാ കണ്ടു നമ്മൾ? സ്പെർമിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്നതാണ് സെർട്ടോളി സെൽസ്. ഇനി സെർട്ടോളി സെല്ലിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് സെക്രീഷൻ ഓഫ് ഫാക്ടേഴ്സ് ഫോർ സ്പെർമിയോജെനസിസ്. സ്പെർമിയോജെനസിസ് എന്ന് പറഞ്ഞാൽ സ്പെർം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. സെമിനിഫറസ് ട്യൂബുകളുടെ ലൂമനിലേക്ക് സ്പെർം റിലീസ് ആവുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനസിസ്. ആ പ്രോസസ്സിന് വേണ്ട എല്ലാ ഫാക്ടേഴ്സും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സെർട്ടോളി സെല്ലിന്റെ ഫംഗ്ഷൻ. അപ്പോൾ 2 ഹോർമോൺസ് LHും FSHും രണ്ടിന്റെയും ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്കൻഡ് ഇയർ ഫൈനൽ എക്സാമിനേഷൻ, ബോർഡ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി. Then next is structure of sperm. Spermന്റെ സ്ട്രക്ചർ എന്താണ്? Mature sperm is about 16 new or 0.06 millimeter long. അപ്പോൾ അത്രയും ചെറിയ സൈസേ ഉള്ളൂ. Sperm is enveloped or covered by a plasma membrane. Spermന് 3 റീജിയൻസ് ഉണ്ട്. ഹെഡ് റീജിയൻ ആണ് ഇത്ര വരെയുള്ളത്. ദെൻ മിഡിൽ പീസ്, ദെൻ ടെയിൽ. 3 റീജിയൻസ് ആയിട്ടാണ് സ്പെർമിൽ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഒരു ഓവൽ ഷേപ്പ്, ഓൾമോസ്റ്റ് ഓവൽ ഷേപ്പ് സ്ട്രക്ചർ ആണ്. അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. അവിടെ ഒരു ഏക്രോസോം, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മുകളിൽ കാണുന്ന ഒരു ക്യാപ്പാണ് ഏക്രോസോം. ഏക്രോസോമിൽ എന്താ പ്രത്യേകത? ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ഗോൾഗി കോംപ്ലക്സ്. സെൽ ഓർഗനൽസ് പഠിച്ചപ്പോൾ ഗോൾഗി അപ്പാരറ്റസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോൾഗി കോംപ്ലക്സിൽ നിന്നാണ് ഏക്രോസോം ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അതിലെന്താ ഉണ്ടാവുക? ഇറ്റ് കണ്ടെയ്ൻസ് ലൈറ്റിക് എൻസൈം, ഡിസോൾവ് ചെയ്യാൻ സഹായകമാവുന്ന എൻസൈംസ് ആണ് അതിലുള്ളത്. കാരണം എന്തിനാ ഡിസോൾവ് ചെയ്യണം? സ്പെർം എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് എഗ്ഗിന്റെ മെംബ്രെയിനെ ഡിസോൾവ് ചെയ്യണം. അതിന് സഹായകമാവുന്ന എൻസൈംസ് ആണ് ഏക്രോസോമിലുള്ളത്. ഇനി ഹെഡിന് തൊട്ട് താഴെ ആ ചെറിയ ഭാഗമാണ് നെക്ക്. നമ്മുടെ തല പോലെ, തലയുടെ തൊട്ട് താഴെ ഒരു കഴുത്തുള്ളത് പോലെ നെക്ക് ഫോർ ദ സ്പെർം. Then there is a middle piece. എന്താ മിഡിൽ പീസ്? മിഡിൽ പീസ് is composed of axial filament surrounded by mitochondria and cytoplasm. അവിടെ സൈറ്റോപ്ലാസവും മൈറ്റോകോൺട്രിയ ഉണ്ട്. മൈറ്റോകോൺട്രിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. They are the power houses of energy. നമ്മുടെ ബോഡിക്ക് പവർ തരുന്നത്, എനർജി തരുന്നത് മൈറ്റോകോൺട്രിയയിൽ നിന്നാണ്. അപ്പോൾ സ്റ്റോർ ഹൗസ് ഓഫ് എനർജിയാണ് കേട്ടോ മൈറ്റോകോൺട്രിയ. സ്പെർമിന്റെ മൂവ്മെന്റ്, സ്പെർം മോട്ടിലിറ്റി മീൻസ് മൂവ്മെന്റ്, മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്. സ്പെർം മൂവ്മെന്റിന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മൈറ്റോകോൺട്രിയ ആണ്, മിഡിൽ പീസിലുള്ള
സ്പെർമിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം കേട്ടോ. Then there is a tail. Last piece of tail ആണ്. Tail consists of a central axial filament. ഒരു axial filament ഉണ്ട്. The sperm moves in a fluid medium and female genital tract. Female genital tractൽ യൂട്രസിലൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്പെർമ് മൂവ് ചെയ്യുന്നത് ടെയിൽ വെച്ചിട്ടാണ്. ഒരു മീനൊക്കെ മൂവ് ചെയ്യണ പോലെ തന്നെയാണ് സ്പെർമ് ആ ഫ്ലൂയിഡ് മീഡിയത്തിൽ മൂവ് ചെയ്യുക. ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെയിൽ ടു ഹെൽപ്പ് ഫോർ മൂവ്മെന്റ്. ഇനി human male ejaculates about 200 to 300 million sperms during coitus. ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് സമയത്ത് ഒരു ഹ്യൂമൻ മെയിൽ, കോയിറ്റസ് എന്താണ് മീനിങ് കേട്ടോ, ഹ്യൂമൻ മെയിൽ പുറത്തേക്ക് വിടുന്നത് ഏകദേശം 200 തൊട്ട് 300 മില്യൺ സ്പെർംസ് ആണ്. ഒരു നോർമൽ ഫെർട്ടിലിറ്റി ഉണ്ട് എന്ന് പറയപ്പെടുന്നത് അതിന് എത്ര സ്പെർംസ് ആണ്? സ്പെർം കൗണ്ട് അറ്റ്ലീസ്റ്റ് 60% സ്പെർംസ് ആയിരിക്കണം. അവർക്ക് നോർമൽ ഷേപ്പ് ആൻഡ് സൈസുള്ള 60% സ്പെർംസ് ഉണ്ടായിരിക്കണം. അതിൽ 40% എങ്കിലും വിഗറസ് ആയിരിക്കണം, വളരെ ശക്തമായ മൂവ്മെന്റ് ഉള്ള സ്പെർംസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രോപ്പർ ഒരു നോർമൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരാൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ ദ നെക്സ്റ്റ് പ്രോസസ് ഊജനസിസ്. അപ്പോൾ സ്പെർമാറ്റോജനസിസ് സ്പെർം ഫോം ചെയ്ത പോലെ ഊജനസിസിൽ ഓവം അല്ലെങ്കിൽ എഗ് ഫോം ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ഫോർമേഷൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഓവം. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാഫിയൻ ഫോളിക്കിൾസിലാണ് അത് നടക്കുന്നത്. Oogenesis is initiated in the embryonic stage when millions of egg mother cells are formed within the ovary. അപ്പോൾ oogenesis എന്ന പ്രോസസ്സ് നോർമലി നടക്കുന്നത് ആ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ oogenesis പ്രോസസ്സ് നടക്കും. അത് ഓർത്തിരിക്കണം, അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണത്. oogenesis നടക്കുന്നത് കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് തന്നെ oogenesis എന്ന പ്രോസസ്സ് നടന്നിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. It is initiated in the embryonic stage when the egg mother cells, ഓവറിയുടെ ഉള്ളിൽ എഗ് മദർ സെൽസ് ഊഗോണിയ ഫോം ചെയ്യുമ്പോൾ തന്നെ oogenesis എന്ന പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആൻഡ് ആഡഡ് ആഫ്റ്റർ ബർത്ത്. അപ്പോൾ കുഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഊഗോണിയൊന്നും പിന്നെ ആഡ് ചെയ്യുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവും. ദിസ് ഊഗോണിയ മൾട്ടിപ്ലൈ ടു ഫോം പ്രൈമറി യൂസൈറ്റ്സ്. ഈ ഉണ്ടായ ഊഗോണിയ എന്ത് ചെയ്യും? ആ സ്റ്റേജിൽ തന്നെ പ്രൈമറി യൂസൈറ്റ് ആയിട്ട് മാറിയിട്ട് നിങ്ങൾ ഡിവിഷന്റെ ഓരോ സ്റ്റേജസും പഠിച്ചിട്ടുണ്ട് ബോട്ടണിയിൽ. അപ്പോൾ പ്രോഫേസ് 1ലേക്ക് എൻ്റർ ചെയ്തിട്ട് മിയോസിസിന്റെ പ്രോഫേസ് 1ലേക്ക് എൻ്റർ ചെയ്യും പ്രൈമറി യൂസൈറ്റ്സ്. അവിടെ വെച്ച് ആ ഡിവിഷൻ ടെമ്പററിലി അറസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ പെൺകുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സ്റ്റേജിൽ തന്നെ ഊഗോണിയൽ സെൽസ് അവരുടെ ഓവറിയിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഊഗോണിയ സെൽസ് ഫോം ചെയ്യുന്നില്ല. പക്ഷെ ഈ ഫോം ചെയ്ത ഊഗോണിയക്ക് എന്ത് സംഭവിക്കും? അത് അപ്പം തന്നെ പ്രൈമറി ഊസൈറ്റ്സ് ആയിട്ട് മാറി പ്രോഫേസ് 1ലേക്ക് എൻ്റർ ചെയ്യുന്നു. മിയോസിസിൽ എൻ്റർ ചെയ്ത് അവിടെ വെച്ച് ടെമ്പറലി അറസ്റ്റഡ് ആവുകയാണ് ചെയ്യുക. ആ പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആവുന്നു. സോ ഒരു സ്പെർമാറ്റോജെൻസും ഊജെൻസും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. സ്പെർമാറ്റോജെൻസിസ് സാധാരണ പ്യൂബർട്ടി സ്റ്റേജിലാണ് നടക്കുക. ഊജെനസിസ് പെൺകുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷെ പ്രോഫേസ് 1ലേക്ക് പ്രൈമറി യൂസൈറ്റ് ഫോം ചെയ്ത് പ്രോഫേസ് 1ലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് അവിടെ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. പിന്നെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ ഒരു സ്റ്റേജിലാണ്. ഈച്ച് പ്രൈമറി യൂസൈറ്റ് ഗെറ്റ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ടു ഫോം പ്രൈമറി ഫോളിക്കിൾ. ഈ പ്രൈമറി യൂസൈറ്റ് ഫോം ചെയ്തതിന് ചുറ്റും ഒരു ലെയർ ഗ്രാനുലോസ സെൽസിന്റെ ഒരു ലെയർ ഫോം ചെയ്ത് അത് എന്തായി മാറും? പ്രൈമറി ഫോളിക്കിൾ ആയിട്ട് മാറും. മെനി പ്രൈമറി ഫോളിക്കിൾസ് ഡീജനറേറ്റ് ഡ്യൂറിംഗ് ദ ഫേസ് ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി. ഇപ്പൊ കുറെ പ്രൈമറി ഫോളിക്കിൾസ് ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പൊ ജനിച്ച സമയം തൊട്ട് കുട്ടി പ്യൂബർട്ടി ഒരു മെച്യൂരിറ്റി സ്റ്റേജ് നിങ്ങളുടെ ഏജ് അറ്റൈൻ ചെയ്യണ വരെ ഉണ്ടായ പ്രൈമറി ഫോളിക്കിൾസിൽ കുറെ എണ്ണം നശിച്ചു പോകും. പ്യൂബർട്ടി സ്റ്റേജിൽ only 60,000 to 80,000 primary follicles are left in each ovary. അപ്പോൾ 2 ovaries ഉണ്ട്, ഇത് ഓർത്തിരിക്കണം കേട്ടോ. ഫീമെയിലിന് 2 ovaries ഉണ്ട്. അപ്പോൾ നോർമലി പ്രൈമറി ഫോളിക്കിൾസ് കുറേ ഡീജനറേറ്റ് ചെയ്യും പ്യൂബർട്ടി വരെ. പ്യൂബർട്ടി സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഒരു മെച്ചുറേഷൻ സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ആ സമയത്ത് കുറേ ഡീജനറേറ്റ് ചെയ്തതുകൊണ്ട് ഒരു 60,000 തൊട്ട് 80,000 പ്രൈമറി ഫോളിക്കിൾസ് മാത്രമേ ഓരോ ഓവറിയിലും ഉണ്ടാവുള്ളൂ, ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി എങ്ങനെയാണ് ഓവറിയൻ ഫോളിക്കിൾസ് ഫോം ചെയ്യുക? പ്രൈമറി ഫോളിക്കിളിൽ നിന്ന്
secondary follicle, primary follicle ആണ് this. A layer of granulosa cells surrounding a primary oocyte. Primary oocyte ചുറ്റും ഒരു ലെയർ granulosa cells ഫോം ചെയ്ത് അത് primary follicle ആയിട്ട് മാറും. ഈ primary follicleന്റെ ചുറ്റും more layers of granulosa cells അല്ലാതെ കൂടാതെ ഒരു പുതിയ തീക്ക ഒരു കവറിങ് കൂടി വന്നു കഴിയുമ്പോൾ അത് സെക്കൻഡറി ഫോളിക്കിൾ ആവും. ഇനി ഈ സെക്കൻഡറി ഫോളിക്കിളിന്റെ ചുറ്റും ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യും. പ്ലസ് തീക്ക, പുറമേയുള്ള തീക്ക ലെയറിൽ ഇന്നർ തീക്കയും ഔട്ടർ തീക്കയും കൊണ്ട് വരുമ്പോൾ അതിനെ ടെർഷറി ഫോളിക്കിൾ എന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞാൽ ഫുള്ളി മെച്ചുവർഡായ ഫോളിക്കിളാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോളിക്കിളുടെ ഫോർമേഷൻ കേട്ടോ. പ്രൈമറി ആദ്യം ഊഗോണിയൽ സെൽസ്, പ്രൈമറി ഊസൈറ്റ്സ് ഫോം ചെയ്തു. പ്രൈമറി ഊസൈറ്റ്സിന് ചുറ്റും ഒരു ലെയർ ഗ്രാനുലോസ സെൽസ് വന്നപ്പോൾ അത് പ്രൈമറി ഫോളിക്കിൾ ആയി. പിന്നെ വീണ്ടും ഒരു ഗ്രാനുലോസ സെൽസ്, കൂടുതൽ ഗ്രാനുലോസ സെൽസിന്റെ ലെയേഴ്സ് കവർ ചെയ്തു. പ്ലസ് ഒരു തീക്കൽ കവറിങ് കൂടി, പുറത്ത് വേറൊരു കവറിങ് കൂടി വന്നപ്പോൾ സെക്കൻഡറി ഫോളിക്കിൾ ആയി. ഇനി ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഡെവലപ്പ് ചെയ്തു. അത് കൂടാതെ ഈ തീക്കൽ ലെയറിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയി. ഇന്നർ തീക്കയും ഔട്ടർ തീക്കയായി വരുമ്പോൾ അത് ടെർഷറി ഫോളിക്കിൾ ആയി. ഇതെല്ലാം പ്രോസസ് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് മെച്യൂർ ഫോളിക്കിൾ, ദാറ്റ് ഈസ് ഗ്രാഫിയൻ ഫോളിക്കിൾ. The primary oocyte in the tertiary follicle grows and undergoes first unequal meiotic division to form a haploid secondary oocyte and a tiny first polar body. So primary oocyte tertiary follicle ആ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് അത് ആദ്യത്തെ അതിൻ്റെ ഡിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അൺഈക്വൽ മിയോട്ടിക് ഡിവിഷൻ ആണ്. അൺഈക്വൽ എന്ന് പറയാനുള്ള കാരണം ആ ഡിവിഷൻ കഴിയുമ്പോൾ ഉണ്ടാവുന്നത് ഒരു വലിയ ഹാപ്ലോയിഡ്, അതായത് ക്രോമസോം നമ്പർ N ക്രോമസോം നമ്പറുള്ള സെക്കൻഡറി oocyteഉം ഒരു ചെറിയ പോളാർ ബോഡിയാണ്. രണ്ട് സൈസ് ആയതുകൊണ്ട് അൺഈക്വൽ ഡിവിഷൻ, രണ്ട് സാധനങ്ങളായതുകൊണ്ട് അൺഈക്വൽ ഡിവിഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ടെർഷറി ഫോളിക്കിൾ ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. The secondary oocyte retains the nutrient-rich cytoplasm of the primary oocyte. Primary oocyte ഉള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള സൈറ്റോപ്ലാസം ഇതിൽ തുടർന്നുകൊണ്ടേയിരിക്കും. It is unknown that whether the first polar body divides further or degenerates. ഇപ്പോഴും ആർക്കും കൃത്യമായ ധാരണയില്ല ഈ ഫസ്റ്റ് പോളാർ ബോഡിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കേട്ടോ. അത് ഇപ്പോഴും റിസർച്ചസ് നടക്കുന്നതിനുള്ള തീരുമാനമായിട്ടില്ല എന്താണ്. അപ്പോൾ ഒരു സെക്കൻഡറി oocyteന്റെ കൂടെ ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യണം. അത് ഓർത്തിരിക്കുന്നത് അൺഈക്വൽ ഡിവിഷൻ ആണ്. പക്ഷെ സ്പെർമാറ്റോജെനസിസിൽ അങ്ങനെ പോളാർ ബോഡിയുടെ ഫോർമേഷനേ ഇല്ല. അത് ഇത് രണ്ട് തമ്മിലൊരു ഡിഫറൻസ് ആണ് കേട്ടോ. The tertiary follicle further changes into the mature follicle ആയിട്ട് മാറും. സെക്കൻഡറി oocytes ഫോംസ് എ ന്യൂ മെംബ്രെയിൻ. അപ്പോൾ അത് കഴിയുമ്പോൾ സെക്കൻഡറി oocytes ഫോം ചെയ്യും. അതിന് ചുറ്റും വേറൊരു പുതിയ മെംബ്രെയിൻ ഫോം ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് സോണ പെല്ലൂസിഡ. ദ ഗ്രാഫിയൻ ഫോളിക്കിൾ നൗ റപ്ചേഴ്സ്. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ടു റിലീസ് ദ സെക്കൻഡറി oocyte. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഉള്ളിലുള്ള oocyteനെ സെക്കൻഡറി oocyte എന്ന് പറയുന്നു. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് പൊട്ടി റിലീസ് ചെയ്യും. എന്തിനെ റിലീസ് ചെയ്യും? സെക്കൻഡറി oocyte അല്ലെങ്കിൽ ഓവത്തിനെ റിലീസ് ചെയ്യും. ആ പ്രോസസ്സാണ് ഓവുലേഷൻ. ഇനി ഊജനസിന്റെ ഫ്ലോ ചാർട്ട്. ഊഗോണിയ, അതിൽ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം 46 ക്രോമസോംസ് ഉണ്ട്. അതിൽ ആദ്യം നടക്കുന്നത് എംബ്രിയോണിക് സ്റ്റേജിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് അത് പ്രൈമറി oocyte ആയിട്ട് ഫോം ചെയ്ത് അവിടെ ടെമ്പറലി അറസ്റ്റഡ് ആയിട്ട് നിൽക്കുക പ്രോസസ്. അത് കഴിഞ്ഞ് കുഞ്ഞു വലുതായി കഴിയുമ്പോൾ ടെർഷറി ഫോളിക്കിൾ ഫോം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് സൈസ് ഗ്രോ ചെയ്യും. ദെൻ എന്ത് നടക്കുന്ന പ്രോസസ് എന്താ നടക്കുന്നത്? മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ അതുവരെ ക്രോമസോം നമ്പർ ശ്രദ്ധിക്കുക 2N. ക്രോമസോം നമ്പർ രണ്ട് സ്റ്റേജസിലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോ സ്റ്റെപ്പ് വൈസ് ശ്രദ്ധിച്ചോളണം. 2N ആണ്, അതായത് 46 ക്രോമസോംസ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഓവുലേഷന് മുൻപ് മിയോട്ടിക് ഡിവിഷൻ 1 നടക്കും. അപ്പോൾ അതിനുശേഷം മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഒരു സെക്കൻഡറി oocyteഉം ഫസ്റ്റ് പോളാർ ബോഡിയാണ്. അതിന് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ സമയത്ത് ഇത് ഓവം ഫോം ചെയ്യുന്നു. സെക്കൻഡ് പോളാർ ബോഡിയും ഓവം ഫോം ചെയ്യും. വീണ്ടും ഒരു മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഓവം സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യും. ക്രോമസോം നമ്പർ സെക്കൻഡറി oocyteലും N നമ്പർ ഉള്ളത് പകുതി നമ്പർ മാറി, പോളാർ ബോഡിയിലും പകുതി നമ്പറായി മാറി. അതുപോലെ തന്നെ ഓവത്തിലും പകുതി നമ്പർ ആണ് ഉണ്ടാവുക ക്രോമസോം നമ്പർ. ഇപ്പോൾ ക്രോമസോം നമ്പർ 23 ആയി ഇവിടെ, സ്പെർമിലും 23 തന്നെയാണ്. സോ ഈ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക കേട്ടോ. ദെൻ വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഓവം ഓർ എഗ്? സ്പെറിക്കൽ ആണ്, നോൺ മോട്ടൈൽ ആണ്. സ്പെർമിന്റെ പോലെ മൂവ് ചെയ്യാനൊന്നും കഴിവില്ല. സൈസ് അബൌട്ട് 0.2 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ. 3 മെംബ്രെയിൻസ് ഉണ്ട് ഓവത്തിന്. പ്ലാസ്മ മെംബ്രെയിൻ, ഇന്നർമോസ്റ്റ് ലെയർ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ തൊട്ട് പുറത്ത് ഒരു സോണ പെല്ലൂസിഡ എന്നൊരു ലെയർ ഉണ്ട്. ദെൻ ഔട്ടർ ലെയർ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഫോളിക്കൽ സെൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന കൊറോണ റേഡിയേറ്റ് ആണ്. ഓരോ നെയിമും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജനസിസ് ആൻഡ് oogenesis? സ്പെർമാറ്റോജനസിസ് ടെസ്റ്റിസിൽ ഉണ്ടാവുന്നു, oogenesis ഓവറിൽ ഉണ്ടാവുന്നു. സ്പെർമാറ്റോജനസിസ് ലിമിറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ്.
അത് കുറച്ച് ലിമിറ്റഡ് സമയത്ത് അതിൻ്റെ പ്രോസസ് ഉള്ളൂ. പക്ഷേ ഊജനസിസ് നിങ്ങൾക്ക് അറിയാം, കുഞ്ഞ് ഗർഭപാത്രത്തിലിരിക്കുന്നത് ഭ്രൂണാവസ്ഥയിൽ തന്നെ ഊജനസിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട്. പിന്നെ അത് അറസ്റ്റഡായി നിൽക്കുന്നേ ഉള്ളൂ, താൽക്കാലികമായി നിൽക്കുന്നേ ഉള്ളൂ. സോ ഇലാബറേറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ്. സ്പെർമാറ്റോജനസിസ് കഴിയുമ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെംസ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഊജനസിസിൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് ഒരു ഓവമേ ഫോം ചെയ്യുള്ളൂ. സ്പെർമാറ്റോജനസിൽ പോളാർ ബോഡി ഉണ്ടാവില്ല. But in the case of oogenesis, polar bodies are formed. Then spermatogenesis begins at puberty and extends up to senility. അവരുടെ ഒരു ഏജ് വരെ സ്പെർമാറ്റോജനസിസ് നടക്കും. പക്ഷേ തുടങ്ങുന്നത് പ്യൂബർട്ടിയിലാണ്. ഊജനസിസ് ആണ് എംബ്രിയോണിക് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്യൂബർട്ടി പീരീഡ് വരെ ആ പ്രോസസ് സസ്പെൻഡ് ചെയ്യും, താൽക്കാലികമായി നിർത്തിവെക്കും. അത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 50 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ഊജനസിസ് എന്ന പ്രോസസ് സ്റ്റോപ്പ് ചെയ്യും. സ്പെർമാറ്റോജനസിസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. The next is menstrual cycle. Menstrual cycle is the cyclic event starting from one menstruation till the next reproductive period of a woman's life. അപ്പോൾ menstruation തുടങ്ങി അടുത്ത reproductive period വരെ ഉള്ള ആ ഒരു പീരീഡിനെ അതിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആണ് menstrual cycle എന്ന് പറയുന്നത്. അതിനെ reproductive cycle എന്നും അറിയപ്പെടുന്നു. During menstrual duration, ഒരു menstrual cycle duration ആണ് 28 or 29 days ആണ്. ഡിപ്പെൻസ്, ചിലപ്പോൾ 30 days ഒക്കെ ഉള്ള കേസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ദാറ്റ് ഇസ് നോർമൽ. അത് മെൻസ്ട്രൽ സൈക്കിള് ഹ്യൂമൻ ബീങ്സിൽ മാത്രമല്ല പ്രൈമേറ്റ്സ്, കുരങ്ങുകളിലൊക്കെ കാണാം. ദെൻ മെയിൻലി മെൻസ്ട്രൽ സൈക്കിളിൽ 2 ഈവൻറ്റ്സ് ആണുള്ളത്. ഓവേറിയൻ സൈക്കിൾ, അതായത് ചേഞ്ചസ് ഇൻ ഓവറി, ആൻഡ് യൂട്ടറൈൻ സൈക്കിൾ, ചേഞ്ചസ് ഇൻ യൂട്രസ്, ഓവിഡക്ട് ആൻഡ് വജൈന. ഈ 2 സ്റ്റേജസ് ആയിട്ടാണ് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുക. ഓവറിയൻ സൈക്കിളിൽ ഓവറിയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. യൂട്ടറൈൻ സൈക്കിളിൽ യൂട്രസിൽ, ഓവിഡക്റ്റിൽ, വജൈനയിൽ 3 സ്ഥലത്തും ചേഞ്ചസ് ഉണ്ടാവും. ദെൻ ഫേസസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ 4 സ്റ്റേജസ് ആയിട്ട് നടക്കുക. ഫസ്റ്റ് മെൻസ്ട്രൽ ഫേസ് 1 to 5th ഡേ ആണ് മെൻസ്ട്രൽ ഫേസ്. ദെൻ ഫോളിക്കുലാർ ഫേസ് ഓർ പ്രോലിഫറേറ്റീവ് ഫേസ്, അത് 5ാമത്തെ ദിവസം തൊട്ട് 13ാമത്തെ ദിവസം, അത് 28 ദിവസം എന്ന് പറഞ്ഞില്ലേ, അതിലുള്ള ആദ്യത്തെ 1 തൊട്ട് 5 ദിവസം വരെയുള്ള സ്റ്റേജിനെ മെൻസ്ട്രൽ സൈക്കിൾ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നു. 5ാം ദിവസം തൊട്ട് 13ാം ദിവസം വരെയുള്ള സ്റ്റേജിനെ ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നു. 14th ഡേനെ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നു. ദെൻ 15th ഡേ തൊട്ട് 28th ഡേ വരെ സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് ഈസ് ദ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ മെൻസ്ട്രൽ ഫേസിൽ ആണ് ബ്ലീഡിങ് ഉണ്ടാവുക, മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക. അത് ലാസ്റ്റ് ഫോർ 3 to 5 days. 5 days എന്നൊന്നുമല്ല, ചിലർക്ക് 7 days 8 days ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അബ്നോർമലായിട്ട് ഉണ്ടാവുന്ന ചില കേസസ് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, PCOD അങ്ങനത്തെ ഡിസീസസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊക്കെ നോർമലാണ്. 5 days തിയററ്റിക്കൽ പറയുന്നതല്ല, 7 days ഒക്കെ ഉണ്ടാകും. Then menstrual phase menstruation occurs if the released ovum is not fertilized. ഈ menstrual phase നടക്കണമെങ്കിൽ അവിടെ ഓവം റിലീസ് ചെയ്യുന്ന, ഓവുലേഷനിൽ റിലീസ് ചെയ്യുന്ന ഓവം ഫെർട്ടിലൈസ്ഡ് ആയില്ലെങ്കിൽ മാത്രമേ menstrual phase നടക്കുള്ളൂ. It results in the breakdown of endometrial lining and uterine blood vessels that comes out through vagina. അപ്പോൾ menstrual cycle menstrual phase നടക്കുന്ന എന്താ, ഫെർട്ടിലൈസ്ഡ് ഓവം അല്ലെങ്കിൽ ഓവം ഫെർട്ടിലൈസ്ഡ് ആയില്ലെങ്കിലാണ് menstrual phase ഉണ്ടാവുള്ളൂ. അത് ഓർത്തിരിക്കണം. അവിടെ നടക്കുന്ന പ്രോസസ് ഫെർട്ടിലൈസ്ഡ് ആയ ഓവത്തിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വീകരിക്കാൻ. ഓവം ഫെർട്ടിലൈസ്ഡ് ആവുന്ന പറഞ്ഞാൽ അടുത്ത കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു പ്രോസസ് ആണ് അല്ലേ. ആ ഫെർട്ടിലൈസ്ഡ് ആയ ഓവത്തിനെ സ്വീകരിക്കാനായിട്ട് യൂട്രസ് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് റെഡി ആവുക, അവിടെ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ സ്മൂത്തായി അവർക്ക് ബ്ലഡ് വെസലൊക്കെ സപ്ലൈ ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രോസസ് ഫെർട്ടിലൈസേഷൻ അവിടെ നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഉണ്ടായ എല്ലാ സാധനങ്ങളും എൻഡോമെട്രിയൽ ലൈനിങ്ങും ബ്ലഡ് വെസൽസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വജൈനയിൽ കൂടെ പുറത്തേക്ക് വരും. അതാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഇസ് എ മെൻസ്ട്രൽ ഫേസ്. ഇനി മെൻസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നോർമലി അത് പ്രഗ്നൻസിയുടെ ഇൻഡിക്കേഷൻ ആണ്. പക്ഷെ എപ്പോഴും അത് ആവണമെന്നില്ല. എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായാലും ഉണ്ടാവാം, നമുക്ക് സ്ട്രെസ് ഉണ്ടായാലും ഉണ്ടാവാം, ആരോഗ്യമില്ലെങ്കിൽ, അനീമിക് ആണ്, ഹീമോഗ്ലോബിൻ ഒക്കെ കുറവാണ്, അയണിന്റെ അംശം, ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് അയൺ ആണ്, അയണിന്റെ അംശം കുറവാണെങ്കിൽ, ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് ഉണ്ടാക്കിയത് മെയിൻ അയൺ കൊണ്ടാണ്. ഹീം എന്ന് പറഞ്ഞാൽ അയൺ പാർട്ടാണ്. അപ്പോൾ അയണിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലൊക്കെ മെൻസ്ട്രേഷൻ ഇല്ലാതിരിക്കുക കേട്ടോ. അപ്പോൾ മെൻസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പ്രഗ്നൻസിയുടെ റീസൺ ഒന്നുമല്ല. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇങ്ങനെ പല കാരണങ്ങളും, നമുക്ക് ആരോഗ്യക്കുറവൊക്കെ ഉണ്ടായാലും മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. Then second phase is the follicular phase or proliferative phase.
അത് മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്ത ആ ദിവസം തൊട്ട്, ഇവിടെ ഒരു തിയററ്റിക്കലായിട്ട് 5th ഡേ എന്ന് പറയുന്നു. 5th ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 8 to 12 ഡേയ്സ് വരെ നിലനിൽക്കും. ആ സ്റ്റേജിലാണ് നമ്മൾ നേരത്തെ സ്പെർമാറ്റോജെനിസിസിൽ കണ്ട പോലത്തെ ഗൊണാഡോട്രോപ്പിൻസിന്റെ റിലീസ് ഉണ്ടാവുക. FSHഉം LHഉം റിലീസ് ചെയ്യപ്പെടും. നെക്സ്റ്റ് ഈസ് ആ സ്റ്റേജിൽ ഡെവലപ്മെന്റ് ഓഫ് FSHന്റെ ഫംഗ്ഷൻ എന്താണ്? രണ്ടിനും സെപ്പറേറ്റ് ഫംഗ്ഷൻ ഉണ്ട്, മെയിലും ഫീമെയിലും. മെയിലിലെ FSHന്റെയും LHന്റെയും ഫംഗ്ഷൻ നമ്മൾ കണ്ടു. നൗ വി ക്യാൻ സീ what are the functions of FSH in female. ഫീമെയിലില് FSHന്റെ ഫംഗ്ഷൻ എന്താ? ഡെവലപ്മെന്റ് ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഇൻടു ഗ്രാഫിയൻ ഫോളിക്കിൾസ്. പ്രൈമറി ഫോളിക്കിൾസിനെ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. ദെൻ ഗാസ്ട്രൻ ഫോളിക്കിൾസിന് what is the function of Graafian follicles? They secrete estrogen. Estrogen എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. Then estrogen function എന്താ? Proliferation of ruptured uterine endometrium and mucus lining of oviduct and vagina. Ruptured endometrium. Endometrium എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ഇന്നർ ലൈനിങ് ആണ്. അതിനെ പ്രോളിഫറേറ്റ് ചെയ്യുക, പ്ലസ് ഓവിഡക്റ്റിനുള്ള മ്യൂക്കസ് ലൈനിങ്ങിനൊക്കെ നിലനിർത്തണം. Then development of secondary sexual characteristics. സെക്ഷൽ ഒരു മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ബോഡിയിൽ ഉണ്ടാവും. ആ ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കുന്ന ഈസ്ട്രജൻ ആണ്. ദെൻ ഇറ്റ് സപ്രസ് ദ സെക്രീഷൻ ഓഫ് FSH. FSH സെക്രീഷൻ ഒന്ന് തടസ്സപ്പെടുത്തും, സപ്രസ് ചെയ്യും. ദെൻ LH ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ സെക്രീഷനെ കൂട്ടും. ദെൻ LH ആൻഡ് FSH അറ്റ് നെക്സ്റ്റ് ഫേസ് ആണ് ഓവുലേറ്ററി ഫേസിൽ. ഈ സ്റ്റേജിൽ 14th ഡേയിലാണ് നടക്കുക. ഈ സ്റ്റേജിൽ LHന്റെയും FSHന്റെയും സെക്രീഷൻ ഒരു പീക്ക് ലെവലിലെത്തും. ആ സമയത്ത് LH റാപ്പിഡ് സെക്രീഷൻ നടക്കും. റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH, അതിനാണ് LH സർജ് എന്ന് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് LHന്റെ സെക്രീഷൻ ഉണ്ടാവും. ഒരു ഹൈ ലെവലിലായിരിക്കും, പീക്ക് ലെവലിലാണ് ഉണ്ടാവുക ആ സമയത്ത് മാത്രം, 14th ഡേയിൽ. അത് ഇൻഡ്യൂസസ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. LHന്റെ അളവ് കൂടിയാൽ അപ്പോൾ 14th ഡേയിൽ LHന്റെ അളവ് കൂടുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആവും, പൊട്ടിയിട്ട് ഓവം റിലീസ് ചെയ്യും. ദാറ്റ് പ്രോസസ് കോൾഡ് ഓവുലേഷൻ. അത് ഓൾമോസ്റ്റ് 14th ഡേയിലാണ് നടക്കുക. ആഫ്റ്റർ ഓവുലേഷൻ കഴിഞ്ഞാൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ യെല്ലോ എൻഡോക്രൈൻ മാസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഓവുലേഷൻ കഴിഞ്ഞാൽ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായി മാറും? ഒരു എൻഡോക്രൈൻ മാസ്, ഗ്ലാൻഡ് പോലത്തെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ ഫംഗ്ഷൻ സെക്രീഷൻ എന്താ? സെക്രീഷൻ ഹോർമോൺസ് ആണ് അല്ലേ? അപ്പോൾ അതുപോലെ ഒരു ഗ്ലാൻഡുലർ മാസ് ആയിട്ട് മാറും. അതിനെ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. ആൻഡ് ദിസ് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് പ്രൊജസ്ട്രോൺ. അവിടെ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്താ? ടു സെക്രീറ്റ് ഹോർമോൺ പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻ ഇറ്റ് മേക്സ് ദ എൻഡോമെട്രിയം മാക്സിമം വാസ്കുലർ, തിക്ക് ആൻഡ് സോഫ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജസിന് വേണ്ടി എൻഡോമെട്രിയം റെഡി ആയിട്ടാണ് അവിടെ ചെയ്യുന്നത്. നേരത്തെ എൻഡോമെട്രിയം സോഫ്റ്റ് ആയിരുന്നു, വാസ്കുലർ, അതായത് ബ്ലഡ് വെസൽസ് സപ്ലൈ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി, മെൻസ്ട്രൽ ഫേസിൽ പുറത്തേക്ക് പോയി. ഇനി വീണ്ടും അതിനടുത്ത റീപ്രൊഡക്റ്റീവ് സൈക്കിളിലേക്ക് റെഡി ആക്കുകയാണ്. അപ്പോൾ എൻഡോമെട്രിയം മാക്സിമം വാസ്കുലർ എന്ന് വെച്ചാൽ ബ്ലഡ് സപ്ലൈ കൂട്ടും, തിക്ക് ആവും, സോഫ്റ്റ് ആവും. അങ്ങനെ യൂട്രസ് ഒരു സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുവാണെങ്കിൽ അതിന് റെഡി ആയിട്ട് ഇംപ്ലാന്റേഷൻ എന്നാണ് പറയുന്നത്. ആ സൈഗോട്ട് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യും, അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ ഇംപ്ലാന്റേഷൻ എന്ന് പറയാം. അതിനുവേണ്ടി റെഡി ആക്കുക എന്നുള്ളതാണ് പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻ. ദെൻ ഇറ്റ് ഓൾസോ ഇൻഹിബിറ്റ്സ് FSHന്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും ടു പ്രിവെന്റ് ഡെവലപ്മെന്റ് ഓഫ് എ സെക്കൻഡ് ഓവറിയൻ ഫോളിക്കിൾ. അടുത്തൊരു ഓവറിയൻ ഫോളിക്കിൾ ഫോം ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് FSH സെക്രീഷൻ അത് സപ്രസ് ചെയ്യും. ദെൻ സെക്രട്ടറി ഫേസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. ഇറ്റ് കോസസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എൻഡോമെട്രിയം. അങ്ങനെ എൻഡോമെട്രിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ബ്ലഡ് വെസൽസ് എല്ലാം കൂടി വെജനയിൽ കൂടി പുറത്തേക്ക് പോകും. അപ്പോൾ നെക്സ്റ്റ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ പ്രോസസ് കണ്ടിന്യൂ. ഡ്യൂറിംഗ് പ്രഗ്നൻസി ഓൾ ഈവൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ആൻഡ് ദർ ഇസ് നോ മെൻസ്ട്രേഷൻ. പ്രഗ്നൻസി സ്റ്റേജിൽ എല്ലാ ഈവൻസും സ്റ്റോപ്പ് ആവും, മെൻസ്ട്രേഷൻ അവിടെ ഉണ്ടാവില്ല. ദെൻ ഓവറോൾ ചേഞ്ചസ് കാണാം ഓരോ സ്റ്റേജിലും. ഫസ്റ്റ് ഫേസസ്, ഓരോ ഫേസസിലും മെൻസ്ട്രേഷൻ ചേഞ്ചസ് ഇൻ പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽസ്. പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽ ഓരോ സ്റ്റേജസിൽ നോക്കുക. FSHന്റെ LHന്റെ ലെവൽ അതിൽ നോക്കുക. ഫോളിക്കുലർ ഫേസ് കഴിഞ്ഞു ഏറ്റവും ഹയസ്റ്റ് സർജ് നടക്കുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ. ഇനി അടുത്ത സ്റ്റേജിൽ താഴെ അതിൻ്റെ ഓരോ ഫേസസ് ഉണ്ട് കേട്ടോ. മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ഇത് രണ്ടും കുറവായിരുന്നു, എന്തല്ലേ പിന്നെ പെട്ടെന്ന് കൂടിയിരിക്കുന്നത്. ദെൻ ഓവറിയിലും തുടങ്ങുന്ന ചേഞ്ചസ്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ നടക്കുമ്പോൾ ഡെവലപ്പിംഗ് ഫോളിക്കിളാണ്, പിന്നെ ഫോളിക്കുലർ ഫേസ് ആയപ്പോൾ മെച്യൂർ ഫോളിക്കിളായി, ലൂട്ടിയൽ ഫേസ് ആയപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്തു, പിന്നെ കോർപ്പസ് ലൂട്ടിയം റിഗ്രസിങ്, അത് നെക്സ്റ്റ് സ്റ്റേജസിലേക്ക് പോവാണ്, റീജനറേറ്റ് ചെയ്ത് പോകുന്നു.
ദെൻ ഓവറിൻ ഹോർമോൺസിന് ചേഞ്ചസ്. മെൻസ്ട്രേഷൻ സൈക്കിളിൽ രണ്ടും ഏകദേശം തുല്യ അളവിലാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ. ഫോളിക്കുലർ ഫേസ് കഴിയുമ്പോഴേക്കും കുറച്ച് ഈസ്ട്രജൻ്റെ അളവ് കുറച്ച് കൂടുന്നു. ദെൻ പ്രൊജസ്ട്രോൺ കൂടുന്നു. അങ്ങനെ ഓരോ ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ കൂടുന്നു. ഇതൊക്കെയാണ് നടക്കുന്ന പ്രോസസ്സ് കേട്ടോ. ദെൻ യൂട്രസിലെ ചേഞ്ചസ്. ആദ്യം മെൻസ്ട്രേഷൻ നടന്നു, പിന്നെ ഫോളിക്കുലർ ഫേസിലേക്ക് യൂട്രസ് എൻ്റർ ചെയ്തു, ദെൻ ലൂട്ടിയൽ ഫേസിൽ എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത സൈക്കിളിന് വേണ്ടി വീണ്ടും പ്രിപ്പയർഡ് ആവുന്നു. ഇതൊക്കെയാണ് ഫുൾ പ്രോസസ്സ്. ദെൻ മെനാർക്ക്. ഫസ്റ്റ് മെൻസ്ട്രേഷനെ ഒരു കുട്ടി, ഒരു പെൺകുട്ടി പ്യൂബർട്ടി സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫസ്റ്റ് മെൻസ്ട്രേഷനെയാണ് മെനാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 50 years ഓഫ് ഏജിൽ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവുന്ന ഞാൻ പറഞ്ഞു ഫീമെയിലിൽ. ആ പ്രോസസ്സിനെയാണ് മെനോപോസ് എന്ന് പറയുന്നത്. സോ മെൻസ്ട്രൽ സൈക്കിൾ കണ്ടു നമ്മൾ. ഗാമറ്റോജെനസിസ് 2 സ്റ്റേജസ്, സ്പെർമാറ്റോജെനസിസും oogenesis കണ്ടു. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ.